ഇപ്പം ഞങ്ങളുള്ളത് ബാംഗ്ലൂരിലെ കയ്യാർപുരം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഈസ്റ്ററെല്ലാം പ്രമാണിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും ഈസ്റ്ററെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ട്രെയിൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. ഞങ്ങളുടെ കൂടെ ട്രെയിൻ കാത്തു നിന്ന് മുഷിയണ്ട കേട്ടോ. ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വന്നോളൂ. മോൻ നല്ല ഉച്ചമയക്കത്തിലാണേ. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മോൾ അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ബാഗ് പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ കാടുകുടി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. സാധാരണയായി ഞങ്ങൾ ബസ്സിലാണ് യാത്രയെങ്കിലും ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് മെട്രോയിൽ കയറിയിട്ടോ. മോന് ഈ ട്രോളി വലിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നാട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് ബാഗിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കയ്യാർപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഒരു ട്രെയിൻ വന്നു പോയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ ആകെ കാലിയായ പോലെ ആയിട്ടോ. ഞങ്ങളുടെ ട്രെയിൻ വരാൻ ഇനിയും ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പോരടിയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു കേട്ടോ. ഏട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് ജോലിയും ചെയ്തു കേട്ടോ. ഇരുന്നിരുന്ന് നേരെ ഇരുട്ടിട്ടോ. ആളുകളൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ടേ. ഇരുന്ന് മടുത്തപ്പോൾ ഇവര് നടത്തം തുടങ്ങിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഓട്ടായി. ഇവരേനെ ഒതുക്കി നിർത്താൻ ഞാൻ അവനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടോ. അപ്പൊ അവള് ഡാൻസ് കളിക്കാൻ തുടങ്ങിയതാണ്. അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഇതാണ് കേട്ടോ ഇവരുടെ ട്രെയിനിലെ പരിപാടി. ഒരാൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റേയാളും ചെയ്യല്ലോ. അപ്പൊ അവന് അവള് ചെയ്ത പോലെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവള് ചെയ്ത അത്ര പെർഫെക്റ്റ് ആയിട്ട് അവന് ചെയ്യാൻ പറ്റുന്നില്ലേ. ഞങ്ങൾ കൂടുതലും രാത്രിയിലാണ് കേട്ടോ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്നത്. കാരണം അതാവുമ്പോൾ അവർ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ. നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങളെ സ്വന്തം നാടായ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്. പുലർച്ചെ 4:30 ഞങ്ങൾ ഇവിടെ എത്തിയെങ്കിലും ഇപ്പൊ സമയം വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയമായ റോഡ് കുട്ടികളുടേതാകും കേട്ടോ. സൈക്കിൾ ചവിട്ടലും ക്രിക്കറ്റ് കളി മറ്റു കളികളെല്ലാമായിട്ട് റോഡ് മുഴുവൻ കുട്ടികളായിരിക്കും കേട്ടോ. ഇവിടെ പിന്നെ വണ്ടികളുടെ തിരക്ക് അത്ര ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല കേട്ടോ.
അപ്പം നാട്ടിലെ വിശേഷങ്ങളും എല്ലാമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.